ഹലോ ഫ്രണ്ട്സ്, പിക്കാർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു അംബ്രല തുണിക്കാണ്. അതിനായിട്ട് നമ്മൾ 44 ഇഞ്ച് വിടുത്തുള്ള 1.25 മീറ്റർ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് നമ്മൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുക. ഇതിൻ്റെ 2 സൈഡ് കംപ്ലീറ്റ് ഫോൾഡാണ്, 2 സൈഡ് ഓപ്പൺ ആണ്. നമ്മൾ ഈ ടോപ്പിന് ലെന്ത് എടുത്തിരിക്കുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ 21ൻ്റെ കൂടത്തി 1 ഇഞ്ച് കൂട്ടി 22 ഇഞ്ച് നമ്മൾ ഫോൾഡ് വരുന്ന പോയിന്റിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ആ സെയിം മെഷർമെൻറ്റ് നമ്മൾ ആ പോയിന്റിൽ നിന്നും എല്ലായിടത്തോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ പോയിന്റിൽ കൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ നല്ലൊരു റൗണ്ട് ഷേപ്പാണ് കിട്ടുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ നമ്മൾ 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഫോൾഡ് വരുന്ന പോയിന്റിൽ നിന്നും ഹാഫ് ഷോൾഡർ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുവാണ്. ആ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ഹാഫ് ഷോൾഡർ -1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടെ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് നമ്മളിവിടെ 34 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 34ൻ്റെ 1/4 പ്ലസ് 2 ഇഞ്ച് കൂട്ടി നമുക്ക് 10.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഈ 10.5 ഇഞ്ച് തന്നെ നമ്മൾ നേരെ താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ പോയിന്റിൽ കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇനി ആ ലൈനിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ഫോൾഡ് വരുന്ന പോയിന്റിൽ നിന്നും ഒരു 3 ഇഞ്ച് നമ്മൾ എല്ലായിടത്തോട്ടും ഒന്ന് മാർക്ക് ചെയ്യുവാണ്. ഇതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പാണ് കിട്ടുക. നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കട്ടിങ് ആണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കാണ്. നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ബൈസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീസ് നമ്മൾ നെക്കിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇനി നമുക്കിതിൽ ചെറിയ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ പീസ് നമുക്ക് റോങ് സൈഡിലേക്ക് വെച്ചിട്ട് റൈറ്റ് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ മെഷീൻ സ്റ്റിച്ച് വേണം നിർബന്ധമൊന്നുമില്ല. ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താലും മതി. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മെഷീൻ സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കട്ടിങ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഹെം കൂടി ഒന്ന് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഹെം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. താല്പര്യമുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്